സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കിയാലോ ഇന്ന്. കുട്ടികൾക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയുള്ളിയും പെരിഞ്ചീരകവും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ കുഴച്ച് വെച്ച അരിപ്പൊടി ഞാനിത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടോ, ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയെന്ന് മാത്രം. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നും മസാല പുരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം മസാല പുരട്ടി ഞാൻ റെഡിയാക്കി വെച്ചു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ചെറുതായിട്ടൊന്നായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.